ഹായ് മൈ ബ്യൂട്ടിഫുൾ ബ്ലെസ്ഡ് സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു ടൈം മുതൽ നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യുക. ഓക്കെ, 3 months ഫ്രം നൗ നിങ്ങളുടെ സിറ്റുവേഷൻസ് തിങ്ക് ചെയ്യുക. നെക്സ്റ്റ് 3 months നിങ്ങൾക്ക് എങ്ങനെ ആയിരിക്കും, കാര്യങ്ങളൊക്കെ എന്തൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നത് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് റീഡിങ്ങിലോട്ട് പോകാം. 3 കാർഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ സിറ്റുവേഷൻസ് ജസ്റ്റ് തിങ്ക് ചെയ്തതിന് ശേഷം ഏറ്റവും അട്രാക്ഷൻ തോന്നുന്ന കാർഡ്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് കാർഡ് ചൂസ് ചെയ്തവരെ റീഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് 3 months നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് ഇരുന്നിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊന്നും അങ്ങോട്ട് ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിൽ നിന്നൊക്കെ നിങ്ങൾ പുറത്ത് കിടക്കുന്ന ഒരു ടൈമായിട്ടാണ് കാണിക്കുന്നത്. ഒരു മൂവ്മെൻറ്റ് ഒന്നും നിങ്ങൾക്ക് തോന്നാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനൊക്കെ ഒരു മാറ്റം വരും. ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് ക്വിക്കായിട്ട് ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും യാത്രകൾ, ട്രിപ്പ്, ഫാമിലി ട്രിപ്പ്, ഫ്രണ്ട്സിൻ്റെ കൂടെ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ദൂരെ ദേശത്തോട്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അബ്രോഡ് സ്റ്റഡീസ് ഒക്കെ അങ്ങനെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നടക്കാനായിട്ടുള്ള ഒരു സമയമാണ്, ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടാണ്, ലക്ക് നിങ്ങളുടെ കൂടാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ നിങ്ങളുടെ നെക്സ്റ്റ് 3 months വളരെ നല്ലൊരു മന്തായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തവരുടെ റീഡിങ് ജഡ്ജ്മെൻ്റ് ആണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ നെക്സ്റ്റ് 3 months എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമായിട്ടാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ ചില പുതിയ തുടക്കങ്ങളും അതുപോലെ തന്നെ ചില എൻഡിങ്സും സംഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിയിലാവാം, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിലാവാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ഡിസിഷൻ എടുക്കണം എന്നറിയാൻ വയ്യാത്ത രീതിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിന് ഒരു ഡിസിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു വാർണിംഗ് പോലാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത്. കാരണം ഇനിയും നിങ്ങൾ ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെയാണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു ടൈം നെക്സ്റ്റ് 3 months തന്നെ നിങ്ങൾ ഡിസിഷൻ എടുക്കണം എന്നാണ് പറയുന്നത്. ചില വ്യക്തികൾക്ക് ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ചേഞ്ച് വരുന്നതാവാം, അല്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ്ലി നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യവും ആവാം. ഓക്കെ, നിങ്ങളിൽ കുറച്ച് ആൾക്കാരെങ്കിലും, ഈ സെക്കൻഡ് കാർഡ് ചൂസ് ചെയ്തത് കുറച്ച് ആൾക്കാരെങ്കിലും മറ്റുള്ളവരെ മോട്ടിവേഷൻ ചെയ്യും, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മറ്റുള്ളവരെ വിമർശിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട്. സോ അതിന് പകരം നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്തുക, നിങ്ങളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണോ എന്ന് നോക്കേണ്ട ഒരു ടൈമാണ് ഇത്. നിങ്ങളെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. നിങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക, മറ്റുള്ളവരെ തിരുത്തുന്നതിന് പകരം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സോ ആ ഒരു ടൈമായിട്ട് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് 3 months. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ് കാർഡ് ചൂസ് ചെയ്തവരാ റീഡിങ് ഹാങ്ഡ് മാൻ. ഓക്കെ, നെക്സ്റ്റ് 3 months നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ കോംപ്രമൈസസ് ഒക്കെയാണ്. ഓക്കെ, ഈ 3 കാർഡ്സും ചൂസ് ചെയ്തവരുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏതോ ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത് നിങ്ങൾ എല്ലാവരും. ഓക്കെ, അപ്പം ഈ തേർഡ് കാർഡ് ചൂസ് ചെയ്തവരും അങ്ങനെ തന്നെയാണ്, എന്തോ ഒരു കാര്യത്തിൽ സ്റ്റക്കായി, അല്ലെങ്കിൽ എന്തോ സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആക്ച്വലി നിങ്ങൾ സ്റ്റക്കല്ല എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾ സ്റ്റക്കാണ് എന്നുള്ളൊരു തോന്നലാണെന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങൾക്ക് ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടും പറയാനായിട്ടും ഒക്കെ ആഗ്രഹങ്ങളുണ്ടായിരിക്കും, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ നിങ്ങളുടെ തോന്നലാണ് നിങ്ങൾ സ്റ്റക്കായി പോയി എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ സ്റ്റക്കല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങൾ ഫസ്റ്റ് മാറ്റേണ്ടത്. അതായത് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്നും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനൊന്നും പറ്റാത്തത് നിങ്ങളുടെ ഒരു ചിന്താഗതിയുടെ പ്രശ്നമാണെന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ചിന്താഗതി നിങ്ങൾ മാറ്റാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നെക്സ്റ്റ് 3 months തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ഈ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കുകയും ചെയ്യും, നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും എന്നാണ് കാണിക്കുന്നത്. സോ നിങ്ങളുടെ ഡിസിഷനാണ് അത്. നിങ്ങൾ മാറണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഡിസിഷനാണ്. താങ്ക് യു.